അപ്പോൾ വൈശാലി എന്നുള്ള തിരക്കഥ, അത് ഋഷിശൃംഗൻ്റെ ഒരു കഥ ഞങ്ങളൊക്കെ പഠിച്ചതാണ്. ഋഷിശൃംഗൻ്റെ കഥ മഹാഭാരതത്തിൻ്റെ കഥയാണ്. അതിൽ നിന്ന് അതെടുത്ത് അതിമനോഹരമായ തിരക്കഥയാക്കി വൈശാലി എന്ന തിരക്കഥയാക്കി മാറ്റി. കാരണം സ്ത്രീകളെ കണ്ടിട്ടില്ലാത്തൊരു ഒരു മുനികുമാരൻ്റെ കഥയാണ്. അത് എത്ര മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെ ശരിക്കും ഇത് അപഗ്രഥിച്ച് മാറ്റിയെടുത്ത ഒരു കഥയാണ്. അതുപോലെയല്ല, ഇപ്പോൾ ഉദാഹരണം തച്ചോളി മറ്റേ ചതിയൻ ചന്തു എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിരുന്ന ആ ചന്തു എന്ന കഥാപാത്രത്തെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റി. കാരണം അവൻ എന്തുകൊണ്ട് ചതിയനായി, അതിൻ്റെ പശ്ചാത്തലം എന്താണ്? എപ്പോഴും MD ചിന്തിച്ചത് ഒരു പ്രശ്നത്തിൻ്റെ, ജീവിതത്തിലെ ഒരു പ്രശ്നത്തിൻ്റെ 2 വശങ്ങൾ ചിന്തിച്ച എഴുത്തുകാരനാണ് MD. പിന്നെ MD എന്നുള്ള മനുഷ്യൻ്റെ കാപട്യത്തെക്കുറിച്ച് നന്നായി പഠിച്ച ഒരാളായിരുന്നു. ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മൃതശരീരം പ്രദർശനത്തിന് വെക്കേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് മനുഷ്യൻ്റെ കാപട്യത്തെക്കുറിച്ച് നന്നായിട്ടറിയാം, നല്ലപോലെ അറിയാം. അദ്ദേഹത്തിന് ഏത് കൃതി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു മനുഷ്യനും അവൻ ആത്മാർത്ഥമുള്ളവനല്ല, കാപട്യമാണ്, എല്ലാവരും സ്വാർത്ഥരാണ്. ഈ സത്യം മനസ്സിലാക്കിയാണ് അദ്ദേഹം ഓരോ രചനയും നിർവഹിച്ചത്. അത് വായിച്ചു. അതാണ് ആൾക്കൂട്ടത്തിൽ തനിയെ, അത് എപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു, ഒറ്റയ്ക്കാണ് നിന്നത്. അപ്പോൾ അത് സ്വന്തം. ഇപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് ആത്മകഥ എഴുതുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ആത്മകഥ വന്നു ജീവിതം ഒരു പെൻഡിലും. അപ്പോൾ പലരും അദ്ദേഹത്തോട് എന്തുകൊണ്ട് ആത്മകഥ എഴുതുന്നതിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ആത്മകഥ സാധ്യമല്ല, കാരണം ഞാൻ എൻ്റെ ആത്മകഥ എഴുതി കഴിഞ്ഞു, ഞാൻ എഴുതിയല്ല എൻ്റെ ആത്മകഥകളുടെ ഭാഗങ്ങളാണ്. അപ്പോൾ സ്വന്തം അനുഭവങ്ങളാണ് അദ്ദേഹം കാച്ചിക്കുറുക്കി മറ്റൊരു ഭാഷയിലാക്കി അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ജീവസ്സുറ്റ രംഗങ്ങൾ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സിനിമയിൽ വന്നിട്ട് സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ലോക സാഹിത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ സാർത്രൻ്റെ ഏജ് ഓഫ് റീസൺ എഴുതിയ യാങ് ബാർ സാർത്രൻ്റെ കൃതികൾ, അത് ഏജ് ഓഫ് റീസൺ പോലുള്ള നോവലുകൾ, അത് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ഉണ്ട്. അസ്തിത്വം അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ MTയുടെ ആദ്യകാല കൃതികളിലും ഉണ്ട്. അസ്തിത്വം തേടുന്ന മനുഷ്യനാണ് MTയുടെ കഥകൾ, പല കഥാപാത്രങ്ങളും. അപ്പോൾ അദ്ദേഹത്തിന് എന്നും പുതുമയോടൊപ്പം അദ്ദേഹം ഉണ്ട്. പുതുമ വിദേശത്തുനിന്ന് കടമെടുക്കേണ്ടി വന്നില്ല, അദ്ദേഹം സൃഷ്ടിച്ച പുതുമ. മലയാള സാഹിത്യത്തിൽ അദ്ദേഹം സൃഷ്ടിക്കാത്ത പുതുമകളില്ല, അതുപോലൊരു മാതൃകയില്ല. എൻ്റെ കുട്ടിക്കാലം വരെ, അദ്ദേഹം എഴുതി തുടങ്ങിയ കാലം മുതൽ രക്തം പുരണ്ട മൺതരികൾ എന്ന അദ്ദേഹം ചെറുകഥാ സമാഹാരം മുതൽ പഠിച്ച് അദ്ദേഹത്തെ പിന്തുടർന്ന ഒരു എഴുത്തുകാരൻ, ഒരു ആരാധകൻ എന്ന നിലയിൽ അദ്ദേഹമായിട്ട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ, വളരെ അടുത്ത സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ അതേ സമയത്ത് വലിയ ദുഃഖവുമുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്ഥാപിച്ച തുഞ്ചൻ പറമ്പിൽ അവിടെ തുഞ്ചൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് ഞാനാണ്. അദ്ദേഹം വിളിച്ചെന്നെ, സുഖമില്ലഞ്ഞിട്ടും തമ്പി ഇപ്രാവശ്യം വരണമെന്ന്. ഞാനത് ഉദ്ഘാടനം ചെയ്ത് അന്ന് രാത്രി പ്രകാശ് രാജായിരുന്നു കലോത്സവം ഉദ്ഘാടനം ചെയ്യേണ്ടത്. പ്രകാശ് രാജ് വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഉടനെ എൻ്റെ തമ്പി അദ്ദേഹം പറഞ്ഞു, വേറെ ആരും വേണ്ട, കലോത്സവം തമ്മിൽ ഉദ്ഘാടനം ചെയ്താൽ മതി. അപ്പോൾ രാവിലത്തെ സാഹിത്യോത്സവം ഞാനാണ് ഉദ്ഘാടനം ചെയ്ത്, രാത്രി കലോത്സവം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. 2 ദിവസം ഞാൻ അദ്ദേഹത്തോടൊപ്പം തിരൂരിലുണ്ടായിരുന്നു, തുഞ്ചൻപറമ്പിലുണ്ടായിരുന്നു. അന്നാണ് അവസാനമായി കണ്ടത്. ഇപ്പോൾ പോലും എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയില്ല, എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് അതിനുശേഷം ഒരു ഹൃദ്രോഗവും വന്നതിന് ശേഷം ഇരിക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ കോഴിക്കോട്ട് പോകാതിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സവിടെയുണ്ട്, എൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനോടൊപ്പമുണ്ട്. എനിക്കൊരിക്കലും മറക്കാനാവാത്ത എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കവിതകൾ പ്രസിദ്ധീകരിച്ചത് അദ്ദേഹം പത്രാധിപരായിരുന്ന കാലത്ത് മാതൃഭൂമി ആഴ്ചവകുപ്പിലാണ്. ഏറ്റവും കൂടുതൽ 50 കവിതകളെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. അപ്പോൾ എനിക്കൊരുപാട് പിന്തുണ നൽകിയ ആളാണ്, എന്നെ അനുജനെ പോലെ സ്നേഹിച്ച ആളാണ്. തീർച്ചയായിട്ടും എനിക്കൊരു വലിയ നഷ്ടമാണ്, വളരെ 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 വലിയ നഷ്ടമാണ്. എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും നഷ്ടമാണ്, മലയാള സാഹിത്യത്തിന് നഷ്ടമാണ്. ഇത് നമ്മൾ ഔപചാരികമായ സംസാരമല്ല, ഹൃദയം പറിച്ചെടുത്ത് പറയുകയാണ്. നമുക്കിനി ഇതുപോലൊരു മഹാശയൻ ഉണ്ടാവുകയില്ല. മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. ഇത് നമുക്കെല്ലാവർക്കും വന്നിരിക്കുന്ന ഒരു തീരാ നഷ്ടം തന്നെയാണ്.